പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ജൂലൈ മാസം 6-ാം തീയതി, അതായത് 1200 മിഥുനമാസം 22-ാം തീയതി ഞായറാഴ്ച. നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:05, അസ്തമയം വൈകിട്ട് 6:41. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ഏകാദശി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും അത് ഏറ്റവും ഗുണപരമാകുന്നു ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം. പക്ഷേ കറുത്തപക്ഷത്തിലെ ഏകാദശിക്കാണ് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. വെളുത്തപക്ഷത്തിലെ ഏകാദശിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃഷ്ണക്ഷേത്ര ദർശനം നടത്താം. അവിടെ തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാകുന്നു. നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. നാളെ ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ നക്ഷത്രം വിശാഖ നക്ഷത്രമാകുന്നു. വിശാഖത്തിന് വലിയ ഗുണഗണങ്ങളൊന്നും പറയാത്ത നക്ഷത്രമാണ്. നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ സമയം കാലത്ത് 8:05 മുതൽ 9 മണി വരെയുള്ള സമയം. അത് യാത്രയാകാം, മറ്റ് ശുഭകാര്യങ്ങൾക്ക് വിവാഹം മുതലായ ക്ഷണനത്തിന് അനുകൂലമായ സമയമാകാം. അപ്രകാരം തന്നെ കാലത്ത് 11:05 മുതൽ 12 മണി വരെയുള്ള സമയവും. ഞാൻ തരുന്ന ഓരോ മുഹൂർത്തവും, നിങ്ങൾക്ക് കുറിച്ച് തരുന്ന ഓരോ മുഹൂർത്തവും ഗണിച്ചുകൊണ്ട് കാലഹോര സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് മാത്രമാണ്. അതിനാൽ ധൈര്യപൂർവ്വം നിങ്ങൾക്കെല്ലാ ശുഭകാര്യങ്ങൾക്കും ഡോക്ടർ മാരാർജിയെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശുഭകാര്യങ്ങൾക്കായി പുറപ്പെടാം. നാളെ വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാകുന്നു. പുണർദം, വിശാഖം, പുരൂരുട്ടാതി, ജീവോ നാരായണ, വ്യാഴ മഹാവിഷ്ണുവാകുന്നു. നാളെ നവഗ്രഹത്തിൽ വ്യാഴത്തിന് അർച്ചന ചെയ്യാം, ഗുരുവിന് അർച്ചന ചെയ്യാം. അപ്രകാരം തന്നെ വിഷു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമ, പുഷ്പാഞ്ജലി വഴിപാട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.